ഇന്ത്യയിൽ നിന്ന് ഗ്ലോബൽ എൻകാപ്പ് റേറ്റിംഗ് ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് 2 മോഡലായിരുന്നു. അത് ടാറ്റയുടെ ആയിരുന്നു. ഒരു മോഡൽ എന്ന് പറയുന്നത് ടാറ്റ നെക്സോണും അതുപോലെ തന്നെ ടാറ്റ ഓൾട്രസ് എന്ന് പറയുന്ന 2 മോഡലും. ഇപ്പോൾ മഹേന്ദ്രയുടെ പുതിയ മോഡലായ XUV300 അപ്ഡേഷൻ വന്നിട്ടുള്ള XUV300 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ആൽവിൻ വർഗീസ്, എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്ത്യൻ കാറിന് ഗ്ലോബൽ എൻകാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുകയാണ്. അത് മഹേന്ദ്രയുടെ XUV300 എന്ന് പറഞ്ഞൊരു മോഡലിനാണ്. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് അഡോൾട്ടൻ ആണ്. 4 സ്റ്റാർ റേറ്റിംഗ് ആണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടാറ്റയ്ക്ക് ഒപ്പം തന്നെ ഇപ്പൊ മഹേന്ദ്രയും കൂടി 5 സ്റ്റാർ റേറ്റിംഗിലേക്ക് കടന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഒപ്പം തന്നെ 5 സ്റ്റാർ റേറ്റിംഗിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷേ ടാറ്റയിൽ നിന്നും കുറച്ചും കൂടി എടുത്തു പറയേണ്ട മേന്മകളും അതുപോലെ തന്നെ പോയിന്റ്സുമാണ് മഹേന്ദ്രയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. മഹേന്ദ്രയ്ക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി അഡോൾട്ട് പ്രൊട്ടക്ഷൻ കിട്ടിയിരിക്കുന്ന പോയിന്റ്സ് പറയുന്നത് 17ലാണ് പോയിന്റ്സ് വരുന്നത്. 17ല് മഹേന്ദ്ര XUV300 കിട്ടിയ പോയിന്റ് എന്ന് പറയുന്നത് 16.42 ആണ് പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ആൾട്രസിന് പോയിന്റ് കിട്ടിയിരിക്കുന്നത് 16.13 ആണ്. അതുപോലെ തന്നെ നെക്സോണിന് കിട്ടിയിരിക്കുന്നത് 16.06 ആണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ടോപ്പായി നിൽക്കുന്നത് ഇപ്പോ മഹേന്ദ്രയുടെ XUV300 എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ തന്നെയാണ്. ഇപ്പൊ XUV300 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ടാറ്റേനേക്കാളും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാറായിട്ടാണ് മഹേന്ദ്ര XUV300 ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത്. മെയിനായിട്ട് പോയിന്റ് കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ടോപ്പായി നിൽക്കുന്നത് ഇപ്പോൾ XUV300 തന്നെയാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ എൻകാപ്പിലെ ഇതിന്റെ റേറ്റിംഗും കൂടി ഉണ്ടാവും. റേറ്റിംഗ് എന്ന് പറയുന്നത് 49ലാണ് ടോട്ടൽ റേറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ മഹേന്ദ്രയ്ക്ക് കിട്ടിയിരിക്കുന്നത് 37.44 ആണ് പോയിന്റ്സ് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റേറ്റിംഗ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്സോണിന് ലഭിച്ചിരിക്കുന്നത് 25 മാത്രമാണ്. അതുപോലെ തന്നെ ടാറ്റ അൾട്രസിന് ലഭിച്ചിരിക്കുന്നത് 29 ആണ്. അപ്പോൾ വളരെ വലിയൊരു വ്യത്യാസം തന്നെയാണ് വന്നിരിക്കുന്നത്. 37.44 റേറ്റിംഗോട് കൂടി തന്നെയാണ് പുതിയ മഹേന്ദ്ര XUV300 വരുന്നത്. അതുപോലെ തന്നെ സൈഡ് കാർ ആയിട്ടുള്ള നമ്മുടെ ക്രാഷ് ടെസ്റ്റിൽ മഹേന്ദ്ര XUV300 വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കൊടുത്തതെന്നാണ് ഗ്ലോബൽ എൻകാപ്പ് പറയുന്നത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മഹേന്ദ്ര XUV300 ഓൾറെഡി 2 എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട്. സൈഡ് ഇമ്പാക്ടിന് വേണ്ടിയിട്ട് സൈഡിലെ എയർ ബാഗ് നമുക്ക് ഓപ്ഷണൽ ആയിട്ട് വെക്കാം. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടല്ല, ഓപ്ഷണൽ ആയിട്ട് നമുക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മഹേന്ദ്ര XUVയുടെ സ്ട്രക്ചറും അതുപോലെ തന്നെ ഫുഡ് വെല്ലും നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റേറ്റിംഗ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പ്രൊട്ടക്ഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്, നെക്ക് അല്ലെ അതുപോലെ തന്നെ നീക്കും നല്ലൊരു ഗുഡ് പ്രൊട്ടക്ഷൻ തന്നെയാണ് മഹേന്ദ്ര ഈ XUV300 കൊടുത്തിട്ടുള്ളത്. അടുത്ത കാര്യം പറയുന്നത് ടെസ്റ്റ് പ്രൊട്ടക്ഷൻ പാസഞ്ചറിന് റേറ്റ് ചെയ്തേക്കുന്നത് നല്ലൊരു ഗുഡ് ആയിട്ടുള്ള ഒരു റേറ്റിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈവർക്ക് റേറ്റിംഗ് എന്ന് പറയുന്നത് അഡക്വേറ്റ് ആയിട്ട് റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും XUV300 പുതിയ വരുന്ന XUV300 എന്ന് പറയുന്നത് ഗ്ലോബൽ എൻകാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗും അത് ഇത്രയധികം പോയിന്റ്സോട് കൂടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടാറ്റയിൽ നിന്നും കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ ഉള്ള രീതിയിൽ തന്നെയാണ് പുതിയ ഈ ഒരു XUV300 മഹേന്ദ്രയുടെ XUV300 വരുന്നത്. അപ്പൊ മഹേന്ദ്ര XUV300 എന്ന് പറയുന്നത് വളരെയധികം റേറ്റിംഗോട് കൂടി തന്നെയാണ് ഇപ്പോൾ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ടാറ്റയിൽ നിന്നും അതുപോലെ തന്നെ ടാറ്റയുടെ 2 മോഡലായ നെക്സോണിൽ നിന്നും അൾട്രസിൽ നിന്നും വളരെയധികം ഒരു വലിയ പോയിന്റ് തന്നെയാണ് നേടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ ചാവോ.